ഞാനൊരു സാധാരണ വീഡിയോഗ്രാഫറായിട്ട് ജീവിതം തുടങ്ങിയ ഒരാളാണ്. ഞാൻ ഈ നിലയിലെത്തിയെങ്കിൽ എൻ്റെ ഒരു അധ്വാനം കൊണ്ടാണ്. എനിക്കാരും കൈപിടിച്ച് ഉയർത്തിയിട്ടില്ല മാധ്യമത്തിൽ. എന്നെ കൈപിടിച്ച് ഉയർത്തിയെന്ന് പറഞ്ഞാൽ നികേഷ് കുമാർ സാറ് തന്നെയാണ്. വേറെ ആരുടെയും പേര് എനിക്ക് പറയാൻ എൻ്റെ ജീവിതത്തില്ല. പിന്നെ ഉള്ളത് PK പ്രകാശ് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തനം മാധ്യമത്തിൽ എൻ്റെ ഓൺലൈൻ ഞാൻ നാട്ടിൽ ന്യൂസ് ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്ന പുള്ളിയാണ്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടാകുന്ന മരിച്ചുപോയ എൻ്റെ ബെന്നി എന്ന് പറഞ്ഞു. ഞങ്ങളാണ് അവിടെ ഒരു ന്യൂസ് ചാനൽ തുടങ്ങി. അതിലേക്ക് പിന്നെ സലീം കൈപ്പാട് എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. ഇവരൊക്കെയാണ് എനിക്ക് മാതൃകയായിട്ട് ഇന്ത്യ ഔട്ട്ലെറ്റിന്റെ ജോലിക്ക് കയറ്റുന്നത് തന്നെ PK പ്രകാശ് പറഞ്ഞിട്ടാണ്. രാജീവ് ചേട്ടനായിരുന്നു അന്ന് എഡിറ്റോറിയൽ ഇരിക്കുന്നത്, മണിലാൽ സാറായിരുന്നു അന്ന് ക്യാമറമാനായിട്ടാണ് തുടങ്ങിയ എൻ്റെ ജീവിതം. എനിക്കിപ്പോഴും ക്യാമറ എടുക്കാനാണ് ഇഷ്ടം. ഞാൻ ക്യാമറ ഷൂട്ട് ചെയ്യാനാണ്. എനിക്കതിനകത്ത് ഞാനൊരു ജേർണലിസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തനമാണെന്ന് ഞാൻ ക്യാമറ എടുക്കാതിരിക്കില്ല. ആളിലേക്ക് ക്യാമറ ഷൂട്ട് ചെയ്യും, ഞാൻ എഡിറ്റ് ചെയ്യും. ഇവിടെ എഡിറ്ററിലേക്ക് ഞാൻ എഡിറ്റിങ്ങിനിരിക്കും. എനിക്ക് എടുത്തു പറയാനുള്ള ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ, പലരും ഞാൻ കണ്ടിട്ടുള്ള കുറേ വർഷം മുന്നേ ഉള്ള ഒരു ബൈറ്റാണ്. ആ ബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ക്ലിപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൽ സാറ് മറ്റേ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഉണ്ട് ഒരു ഹോളിഡേ എന്നുള്ള സാധനം. പലരും തെറ്റിദ്ധരിച്ച ഒരു സാധനമാണ്. കാരണം വെച്ചാൽ ലാൽ സാർ കയറി വരുന്ന സമയത്ത് ഹൈദർ മാറൂ എന്തോ ഒരു സാധനം പറഞ്ഞു. പിന്നെ ഒരു എയർപോർട്ടിൽ കയറി കഴിഞ്ഞിട്ട് ഹൈദർ പിന്നെ എനിക്ക് വയ്യ ഹൈദർ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, മോഹൻലാലുമായിട്ട് ഏറ്റവും സൗഹൃദം പുലർത്തുന്ന ഒരാളാണ് അല്ലേ? 100% അല്ലെ? ലാൽ സാറുമായിട്ട് ഏറ്റവും സൗഹൃദമുള്ള ആളാണ്. ആ സൗഹൃദമല്ലേ ആക്ച്വലി ഈ പുള്ളി അന്ന് പറഞ്ഞതൊക്കെ നിങ്ങളുടെ ബന്ധത്തിന്റെ പുറത്താണ്. കാരണം ഇത് കാണുന്ന പലരും വിചാരിക്കുന്നത് ലാൽ സാറിനോട് എന്നുവെച്ചാൽ മോഹൻലാലുമായിട്ട് കഴിഞ്ഞ ദിവസം വരെ, അല്ലെങ്കിൽ നിങ്ങൾ ഇടക്കിടക്ക് ഫോണിൽ സംസാരിക്കുന്നതാണ്. എനിക്കറിയാം പേഴ്സണലി. കഴിഞ്ഞ ദിവസം ഹൃദയപൂർവ്വത്തിന്റെ സെറ്റില് ലാൽ സാറുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ച കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ കാണുന്നവർക്ക് തോന്നുന്നത് പലരും നിങ്ങളെ ശത്രുവായിട്ട് കാണുന്ന. മോഹൻലാലുമായിട്ടുള്ള സൗഹൃദം ഇത് നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കുന്ന പോലെ കേൾക്കാൻ ആഗ്രഹിച്ചു. ഭയങ്കര സൗഹൃദമാണ്. കാരണം പലരും കാണുന്ന സ്ഥലത്ത് എന്തെന്നറിയാമോ, ലാലേട്ടൻ ഹൈദർ മാറൂ. ലാലേട്ടൻ പേരെടുത്ത് പറയുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് നിങ്ങൾ. എനിക്ക് ലാലേട്ടനുള്ള സൗഹൃദം അതിലേക്ക് എത്താൻ തന്നെ സമീർ റംസ ഒരു കാരണമാണ്, ആന്റണി ചേട്ടൻ ഒരു കാരണമാണ്. ആ സൗഹൃദമാണ് എനിക്ക് ലാലേട്ടനിലേക്ക് അടുക്കുന്നത്. ഞാൻ റിപ്പോർട്ട് ടിവിയിലൊക്കെ ഇരിക്കുമ്പോൾ ഒക്കെ ചോദ്യങ്ങൾ വയ്ക്കും പത്രസമ്മേളനത്തിന് മുമ്പ്. എൻ്റെ ചോദ്യങ്ങളാണ് അവിടെ അവർക്ക് ബുദ്ധിമുട്ടാണ്. അടുത്ത ഒരു ദിവസം എനിക്ക് ഇപ്പോഴും ചോദിക്കേണ്ടത്, സിദ്ദിഖൊക്കെ ഇരിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് എത്തുമ്പോൾ ഹൈദരലിക്ക് കുറേ സിനിമയിൽ അഭിനയിച്ചുള്ള മോനെ ഹൈദരലിക്ക് ഒരു മെമ്പർഷിപ്പ് കൊടുക്കും, ഞാൻ പൈസ തന്നേക്കാം. അപ്പം ഞാൻ ആ ശല്യം ഒതുങ്ങുള്ളൂ. ലാലേട്ടൻ പറഞ്ഞ കാര്യമായിട്ട് ഞാൻ പറയുന്നത് നടന്ന സംഭവമാണ്. പക്ഷെ ഒരു മെസ്സേജ് അയച്ചാൽ ലാലേട്ടൻ അപ്പം തന്നെ റിപ്ലൈ തരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് എൻ്റെ ഒരു ബർത്ത്ഡേക്ക് ആദ്യത്തെ ഇന്റർവ്യൂ ഇന്ത്യയിൽ ആദ്യത്തെ ഇന്റർവ്യൂക്ക് ചേച്ചിയുടെ ഇന്റർവ്യൂക്ക് ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അത് എനിക്ക് സമീർ റംസ വഴിയാണ് ഓപ്പറേറ്റ് ചെയ്ത്. ലാലേട്ടൻ വിളിച്ചു പറഞ്ഞു, ആന്റണി ചേട്ടൻ വിളിച്ചു പറഞ്ഞു. എന്നിട്ടും വൈകുന്നേരം അതൊന്ന് മാറാൻ വേണ്ടി ചേച്ചി മാക്സിമം നോക്കി, എനിക്ക് പേടിയാന്ന് പറഞ്ഞു. രാവിലെ തന്നെ ഞാൻ പിന്നെ അപ്പൊ ലാലേട്ടൻ പറഞ്ഞു, ഞാൻ ഒരുപാട് പേര് ശ്രദ്ധിച്ച ഒരു ഏറ്റവും കൂടുതൽ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞാൽ ലാലേട്ടനുള്ള സൗഹൃദമാണ്. ആ സൗഹൃദം ഞാൻ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ പുറമേ കാണുന്നവരില്ലേ അവര് പറയുന്നത് വലിഞ്ഞു കയറിപ്പോ. എനിക്കൊന്ന് അമ്മയുടെ ഒരു പരിപാടിക്ക് ഞാൻ ലാലേട്ടന്റെ പുറകിൽ പോയി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഫോട്ടോ ട്രോള് വന്നു. അപ്പൊ ലാലേട്ടൻ ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. ആ ട്രോള് മൊബൈൽ നോക്കാൻ പോലും സമ്മതിക്കില്ല, ഇവനെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞു. ആ ട്രോൾ അയച്ചു തന്നെ എനിക്ക് ലാലേട്ടനാണ്. ഞാൻ കണ്ടു ലാലേട്ടൻ എനിക്ക് അയച്ചു തന്നു, ഞാനത് കണ്ടാകും. അപ്പൊ ലാലേട്ടൻ ആസ്വദിക്കുകയാണ്. അപ്പൊ അത്രയും സൗഹൃദമുള്ള സ്ഥലത്തെ വഴക്കുകൾ ഉണ്ടാവുള്ളൂ, സൗഹൃദമുള്ള സ്ഥലത്തെ പേരെടുത്ത് വിളിക്കാൻ പറ്റുള്ളൂ. ധ്യാന്റെ അടുത്താണ് എനിക്ക് സൗഹൃദമുള്ളത്. ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയം പ്രസിഡന്റ് വഴക്കുണ്ടായി. അത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. കാരണം പലപ്പോഴും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന ചോദ്യം ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടാണ് കൂടുതൽ കുത്തിത്തിരിപ്പുണ്ടാക്കാറ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.